പാലൊരു 20 കൂടുതൽ വെച്ചു. തൈര് വേണ്ട. ഇല്ല മെയിൻ്റെനൻസ് ചാർജ് ആണ് 3 മാസത്തെ പെൻഡിങ് ഉള്ളത്. ഞാൻ നോക്കിയിട്ടുള്ളൂ. ശ്രുതി, ഇന്നലത്തെ റിട്ടേൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്കണേ. സാറേ ഗുഡ് മോർണിംഗ്. സാറിന്റെ താക്കോല്. ഗുഡ് മോർണിംഗ് സർ. കളക്ടറും എത്തിയല്ലോ. കിഴക്കമ്പലത്തുള്ള മാത്തച്ചേട്ടന് കൃത്യസമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിന്ന് നിനക്കെന്താ എത്താൻ പറ്റാത്തത്? പേട്ടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പേട്ടയും പാട്ടയും ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ട് നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് എന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? മെല്ലെ പോയാ മതി, കാലത്ത് തന്നെ തുടങ്ങിക്കോളൂ ഒരു കെയർ ടേക്കർ സാർ. ഞാഞ്ഞൂളിനും പത്തിയ. അതെ, സ്റ്റോക്ക് മുഴുവൻ ചെക്ക് ചെയ്ത് വൈകുന്നേരം ഞാൻ എത്തുമ്പോഴേക്കും എല്ലാ കണക്കും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വളരെ കച്ചറയാണ്. ഇവിടെ ഇറക്കി വിട്ടോ? അയ്യോ, നശിപ്പിച്ചോളൂ. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉഷ മാഡത്തിനോട് പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരത്ത് ഊഹിച്ചതാവാം. ബാക്കി എന്ത്? എന്തൊക്കെയോ ഈ ആണും പെണ്ണും തമ്മിലെ പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടക്കാൻ പറ്റും. ആണല്ലേ? പിന്നെ ഒരാൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പെൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനായി പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ ഒരു ജെൻഡർ ഈഗോ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കൂട്ടുകാരി ഇന്നേവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, കുറച്ചുകൂടി ഒന്ന് ബ്രോഡായി ചിന്തിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. മോശമായിപ്പോയി, കുറച്ച് മോശമായി പോയി. മനസ്സിലായല്ലോ അല്ലേ? നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാനല്ല തലയിട്ടത്, നിങ്ങളാ. ഞാൻ തലയിടും, എല്ലാത്തിലും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. മുരിങ്ങക്കോലോട് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താ പവിയേട്ടാ? എന്താണ് പവിയേട്ടാ? എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ, യൂദാസി.